തെരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ ശുശ്രൂഷകരെ ദൈവം ഒരുക്കിയെടുക്കുന്ന കാഴ്ച വിസ്മയനീയമാണ്. ഉദരത്തിൽ ഉരുവാകുന്നതിനു മുൻപേ ആത്മാക്കളെ അറിയുന്ന അവിടുന്ന് ഓരോ നിമിഷവും അവരുടെ വഴികളിൽ സജീവ സാന്നിധ്യമായി മാറുന്നു. തൻ്റെ ഓരോ മക്കളുടെയും ജീവിതത്തിൽ സവിശേഷമായ പ്രതീക്ഷ വച്ച് അവരെ കാത്തുസൂക്ഷിക്കുന്ന ദൈവം അവരിൽ ചിലരെ പ്രത്യേകമാംവിധം തൻ്റെ അഭിഷിക്തരായി ഒരുക്കിയെടുക്കുന്നു. ഓരോ മനുഷ്യാത്മാക്കളുടെയും അനുദിന ജീവിതത്തിലും അവരുടെ ജീവിതത്തിലെ വഴിത്തിരിവുകളിലും ഇടപെടുവാൻ തൻ്റെ പ്രതിപുരുഷന്മാരായ അവരെ ദൈവം പ്രാപ്തരാക്കുന്നു. തൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ വക്താക്കളാകുവാനും പ്രത്യാശയും സന്തോഷവും ബോധ്യങ്ങളും പകർന്നു നൽകി സകലരെയും തൻ്റെ പക്കലേക്ക് ആനയിക്കുവാനും അവിടുന്ന് അവരെ അഭിഷേകം ചെയ്യുന്നു. വചനപ്രഘോഷകൻ, അധ്യാപകൻ, ഇടവക വൈദികൻ, സെമിനാരി റക്ടർ തുടങ്ങി ഏറെ സ്ഥാനങ്ങളിൽ സ്തുത്യർഹമാംവിധം പ്രശോഭിച്ച ചരിത്രമാണ് ബഹുമാനപ്പെട്ട ജോർജ് ഓലിയപ്പുറം അച്ഛൻ്റേത്. ഇന്ന് കോതമംഗലം രൂപതയുടെ വികാരി ജനറൽ സ്ഥാനം അലങ്കരിക്കുന്ന അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ തിരിച്ചറിയുന്നത് അനന്തമായ ദൈവകൃപയുടെ സമ്പന്നതയാണ്. ഏറെ സ്നേഹം സ്വീകരിച്ചും നൽകിയും സുരക്ഷിത സാഹചര്യങ്ങളിലൂടെ വളർന്നു വന്ന അദ്ദേഹം സവിശേഷമായ രീതിയിൽ തന്നെ ഒരു മികച്ച മനുഷ്യസ്നേഹിയും സ്നേഹധനനുമായി ആരെയും ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായി മാറിയതിൽ തെല്ലും അതിശയമില്ല. ഓലിയപ്പുറം അച്ഛൻ്റെ ജീവിതത്തിലും ദൈവവിളിയിലും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ആയാസരാഹിത്യമുണ്ട്. അനുകൂലമായൊരു കുടുംബാന്തരീക്ഷം മക്കൾക്ക് നൽകുന്ന വലിയ സ്വാതന്ത്ര്യമാണ് അതെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. ബഹുമാനപ്പെട്ട ജോർജ് ഓലിയപ്പുറം അച്ഛൻ്റെ ജീവിതത്തിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് മുന്നിൽ തെളിയുന്നത് ശക്തമായ ദൈവപരിപാലനയുടെ ചിത്രങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും ദൃശ്യമാകുന്ന അവിടുത്തെ വഴിനടത്തലും സവിശേഷമായ പരിഗണനയും ശ്രദ്ധേയമാണ്. ആദ്യഘട്ട സെമിനാരി പഠനത്തിനു ശേഷം തുടർന്ന് റോമിലെത്തിച്ചേർന്നപ്പോഴും അദ്ദേഹത്തിന് ഓർമ്മിക്കുവാനുള്ളത് തന്നെ വലയം ചെയ്ത ദൈവസ്നേഹത്തിൻ്റെ ഊഷ്മളതയെക്കുറിച്ച് തന്നെയാണ്. യാദൃശ്ചികമായി അദ്ദേഹത്തിനു മുന്നിൽ വന്നുചേർന്ന അവസരങ്ങൾ ഏറെയായിരുന്നു. മാർപ്പാപ്പയുമായി പലപ്പോഴായി ഇടപെടുവാൻ കഴിഞ്ഞിട്ടുള്ളതും രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ സൽഫലങ്ങളിൽ നേരിട്ട് പങ്കാളിയാകാൻ കഴിഞ്ഞതും തുടങ്ങി ഏറെ യാദൃശ്ചികതകൾക്ക് പിന്നിൽ അദൃശ്യമായ ദൈവകരം അദ്ദേഹം ദർശിക്കുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ മറ്റു രാജ്യങ്ങളൊക്കെ ചെല്ലുന്നവർ. അതുകൊണ്ട് തന്നെ ഒരു പുതിയ സെമിനാരി ആരംഭിച്ചു. അപ്പോൾ അതുകൊണ്ട് ആ പുതിയ സെമിനാരിയിലെ ആദ്യത്തെ അംഗങ്ങളായിട്ടാണ് ഞങ്ങൾ ചെല്ലുന്നത്. അന്ന് ഭാഷയൊന്നും ഭാഷയൊന്നും പഠിക്കാതെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യ അക്ഷരങ്ങളൊക്കെ അവിടെ വെച്ച് പഠിച്ചു. പിന്നീട് രണ്ടാം വർഷമാണ് ഇപ്പോൾ ഞങ്ങൾ ഉള്ള തിയോളജി സെക്ഷനിലേക്ക് ഞങ്ങൾ വരുന്നത്, രണ്ടാമത്തെ സെമിനാരിയിലേക്ക്. അവിടെ ഇപ്പോഴുള്ള സെമിനാരി വത്തിക്കാൻ്റെ നേരെ എതിർവശത്താണ്. എൻ്റെ മുറിയിൽ നിന്നാൽ മാർപ്പാപ്പ ജനൽ തുറന്നാൽ കാണാൻ പറ്റും. ഞായറാഴ്ച കർത്താവിൻ്റെ മാലാഖ ചൊല്ലിക്കൊണ്ടുള്ള ചെറിയ സന്ദേശം വളരെ വ്യക്തമല്ലെങ്കിൽ തന്നെയും എനിക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ പരിശുദ്ധ പിതാവുമായിട്ടുള്ള ഒരു നേർക്കാഴ്ചയുടെ അനുഭവം. പിന്നെ ഇറങ്ങി 10 മിനിറ്റ് നടന്നാൽ സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലെത്തും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സെയിൻറ്റ് പീറ്റേഴ്സിൽ പോകും. എത്ര കണ്ടാലും തീരാത്ത ഒരു ദേവാലയമാണ് സെയിൻറ്റ് പീറ്റേഴ്സിൻ്റെ ബസിലിക്ക. അവിടുത്തെ ഓരോ ശില്പത്തിനും ഒരു കഥ പറയാനുണ്ട്. അത് വേറെ വല്ലയിടത്തുണ്ടെങ്കിൽ അത് തന്നെ ഒരു മ്യൂസിയമായിട്ട് മാറും. അതിൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ പറ്റില്ല. എത്ര പ്രാവശ്യം കണ്ടാലും വീണ്ടും പുതുമ വിളമ്പാൻ കഴിയുന്ന ഒരു അതുല്യ
കലാരൂപമാണ് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക. പിന്നെ മറ്റ് ബസിലിക്ക അവിടെ എല്ലാം പോയി ഇതെല്ലാം കാണാനുള്ള മഹാഭാഗ്യം എന്നുണ്ടായി. 1965 ഞാൻ റോമിൽ ചെല്ലുന്നത് തിയോളജി സ്റ്റുഡൻ്റായിട്ട്. 65 വത്തിക്കാൻ കൗൺസിൽ സമാപിക്കുന്നത്. അങ്ങനെ ചരിത്രത്തിൻ്റെ ഒരു നിർണായക നിമിഷത്തിൽ, സഭയുടെ ദൈവശാസ്ത്രപരമായിട്ട് മാറ്റത്തിൻ്റെ ഒരു നിർണായക നിമിഷത്തിലാണ് ഞാനവിടെ ചെന്നുപെടുന്നത് ഒരു വിദ്യാർത്ഥിയായിട്ട്. അതുകൊണ്ട് തന്നെ വത്തിക്കാൻ കൗൺസിലിൻ്റെ ചൈതന്യമൊക്കെ ഒപ്പിയെടുക്കാനുള്ള ഒരു അപൂർവ ഭാഗ്യം നമുക്ക് പഠനവേളയിൽ ലഭിക്കുക. ഈ തുറവിയുടെ അന്തരീക്ഷം, സ്വാതന്ത്ര്യത്തിൻ്റെ അന്തരീക്ഷം, ഒരു പുതിയ സമീപനം, ഇതൊക്കെ അവിടെ ഉണ്ടാവുക. അതുകൊണ്ട് ഈ വത്തിക്കാൻ കൗൺസിലിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. കൂടാതെ അന്ന് കൗൺസിലിൻ്റെ അവസാന സെഷൻ നടക്കുമ്പോൾ പോത്തനാമൊഴി പിതാവ് ഒരു ദിവസം എനിക്ക് ഒരു ടിക്കറ്റ് തന്നു. അദ്ദേഹത്തിൻ്റെ ടിക്കറ്റാണ്. അത് വാങ്ങിക്കൊണ്ട് ഞാൻ കൗൺസിൽ ഹാളിൽ കയറി. അവിടെ പോയി അവിടുത്തെ ഒരു സീറ്റിലിരുന്ന് അല്പം നേരം കൗൺസിൽ പങ്കെടുത്തതിൻ്റെ അനുഭവം ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം അനുകൂല ഘടകങ്ങൾ. അറിയാതെ തന്നെ സഭയുടെ സ്പന്ദനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. സഭാ കേന്ദ്രത്തോട് തൊട്ട് നിൽക്കാൻ പറ്റുക. സഭയിലെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഇവൻ്റായ 2ാം വത്തിക്കാൻ കൗൺസിൽ ചൂടോടെ അനുഭവിക്കാൻ പറ്റുക. അതിൻ്റെ ഉൾക്കാഴ്ചകളായിട്ട് പ്രൊഫസേഴ്സ് നമ്മുടെ ക്ലാസ്സിൽ പങ്കുവയ്ക്കുന്നു. അങ്ങനെ ദൈവശാസ്ത്രത്തിൻ്റെ നൂതന ധാരകളെയൊക്കെ ഒപ്പിയെടുക്കാനും അനുഭവിക്കാനും ഒരു പ്രത്യേക അവസരം കിട്ടി. അങ്ങനെ ഒരു അപൂർവ അവസരമായിരുന്നു സത്യം പറഞ്ഞാൽ. പല രാജ്യക്കാർ കണ്ടുമുട്ടാൻ പറ്റി, ദൈവശാസ്ത്ര നൂതന ആഭിമുഖ്യം കണ്ടുമുട്ടാൻ പറ്റി, സഭയുടെ കേന്ദ്രമായുള്ള വത്തിക്കാനോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ പിതാവിനോട് ഒരു ബന്ധം പുലർത്താൻ കഴിഞ്ഞു. റോമിലെ പഠനകാലത്ത് അവിടുത്തെ സാധാരണക്കാരുമായി അടുത്തിടപഴകുവാൻ കഴിഞ്ഞതിലൂടെ അദ്ദേഹത്തിന് ലഭിച്ച അനുഭവ സമ്പത്ത് ചെറുതല്ല. മതേതരമായ ഒട്ടേറെ പ്രവർത്തനങ്ങളിലും നാടകാവതരണങ്ങൾ പോലുള്ള കലാപ്രവർത്തനങ്ങളിലും ആവേശപൂർവ്വം പങ്കുചേർന്നിരുന്ന അദ്ദേഹത്തെ ദൈവം പ്രത്യേകമാം വിധം ഒരുക്കുകയായിരുന്നു. വരും കാലങ്ങളിൽ ഏറെ വലിയ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാൻ തക്ക പരിചയസമ്പന്നതയിലേക്കും ഹൃദയവിശാലതയിലേക്കും ദൈവം അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടിരുന്നു. നമ്മുടെ കുർബാന ആ സമയത്ത് ഈ വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞപ്പോൾ കുർബാന ഇറ്റാലിയൻ ഭാഷകളിൽ തർജ്ജമ ചെയ്തു. നമ്മുടെ മലയാളം കുർബാന ഇറ്റാലിയൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് ഇറ്റലിയിലെ പള്ളികളിൽ നമ്മൾ ചെല്ലാൻ തുടങ്ങി. അന്ന് അതിൻ്റെ സംഗീതമൊക്കെ രൂപപ്പെടുത്തിയത് വെള്ളാനിക്കലച്ചനാണ്, മാത്യു വെള്ളാനിക്കലച്ചൻ. അദ്ദേഹം ഒരുമിച്ച് ഞങ്ങൾ ഇറ്റലിയിലെ ലത്തീൻ പള്ളികളിൽ ആദ്യമായിട്ട് ഇറ്റാലിയൻ ഭാഷ കുർബാന കാണുന്നത് സീറോ മലബാർ കുർബാനയാണ്. കാരണം ലത്തീൻ കുർബാന അന്ന് ലത്തീനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇറ്റാലിയൻ ഉപയോഗിക്കാനുള്ള അനുവാദം ലത്തീൻ സഭയ്ക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ലത്തീൻ ഭാഷ ഇറ്റാലിയൻ ഭാഷയിൽ കുർബാന കാണാനുള്ള ആദ്യ അവസരം പോലെ അവർക്ക് ലഭിച്ചു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സീറോ മലബാർ സഭയെക്കുറിച്ചും നമ്മുടെ വിശുദ്ധ ബലിയെക്കുറിച്ചും നമ്മുടെ പാരമ്പര്യങ്ങളെക്കുറിച്ചൊക്കെ അവരോട് സംസാരിക്കാൻ ഇതൊരവസരമായിട്ട് തീർന്നു. അപ്പോൾ അതൊക്കെ ഞാൻ സന്തോഷത്തോടെ ഓർക്കുക. അന്ന് നമുക്ക് സെക്കുലർ മറ്റ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ഒരു നാടകം അവിടെ ആയിരിക്കുമ്പം CL ജോസിൻ്റെ ജീവിതം ഒരു കൊടുങ്കാറ്റ് എന്ന നാടകമാണ്. പക്ഷെ അത് മലയാളത്തിലല്ല, ഞങ്ങളത് ഇറ്റാലിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ ഒരു മുസ്ലിം റോളുണ്ട്, മുഹമ്മദ് കാക്കയുടെ. ആ റോളായിരുന്നു എനിക്ക്. അവിടുത്തെ ഒരു 2-3 മണിക്കൂർ മുഴുവൻ നീള നാടകമാണ് ഇറ്റാലിയൻ ഭാഷയിൽ. ഞങ്ങളത് അവതരിപ്പിച്ചു. ഇറ്റാലിയൻസൊക്കെ ധാരാളം പേര് വന്ന് കണ്ടു. അതൊരു നമ്മുടെ എല്ലാം ശോകമാണല്ലോ മലയാള നാടകങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച്. അതുകൊണ്ട് ഇത് കഴിഞ്ഞ് ഇറ്റാലിയൻ മാതാമാരൊക്കെ തുവാലയും കൈപ്പിടിച്ച് ഇങ്ങനെ കണ്ണുനീരൊപ്പിക്കൊണ്ടാണ് അവിടെ നിന്ന് കടന്നു പോവുക. 2-3 ഷോ ഉണ്ടായിരുന്നു. വൻ വിജയമായിരുന്നു അത്. നാല് വർഷങ്ങൾ നീണ്ട യൂറോപ്പിലെ വാസം അദ്ദേഹത്തിന് സമ്മാനിച്ചത്
ഏറെ ഉറച്ച ബന്ധങ്ങളുമാണ്. ജർമ്മനിയിലെ ഗ്രാമപ്രദേശങ്ങളിലും റോമിലെ സാധാരണക്കാർക്കിടയിലും ജീവിക്കാനിടയായത് ദേശത്തിനും സംസ്കാരത്തിനും അതീതമായ മനുഷ്യസ്നേഹത്തിലേക്കും കാഴ്ചപ്പാടുകളിലേക്കും അദ്ദേഹത്തെ വളർത്തി. പൗരോഹിത്യ സ്വീകരണത്തിനു ശേഷം ജർമ്മനിയിൽ സേവനം ചെയ്ത കാലത്തെ ഓർമ്മകൾ ഇന്നും ഓലിയപ്പുറമച്ചൻ്റെ ഹൃദയത്തിൽ വിളങ്ങി നിൽക്കുന്നു. ഞാൻ പട്ടം സ്വീകരിച്ചു. നേരത്തെ സൂചിപ്പിച്ച 69 മെയ് മാസം 3-ാം തീയതി പട്ടം. ജൂൺ മാസത്തിൽ അവധി ആരംഭിക്കും, സമ്മർ ഹോളിഡേയ്സ്. അവധിക്കാലത്ത് ഇപ്പം ഞാൻ നേരത്തെ തീരുമാനിച്ചനുസരിച്ച് തന്നെ ജർമ്മനിയിൽ ഒരു ഇടവകയിൽ അജപാലന ശുശ്രൂഷയ്ക്കായിട്ട് നേരത്തെ ഏറ്റിരുന്നു. അങ്ങനെ ജർമ്മനിയുടെ ഉൾനാടൻ ഗ്രാമത്തിൽ ഒരു മാസക്കാലം അസിസ്റ്റൻറ്റ് വികാരി ചാപ്ലിനായിട്ടും ഒരു ആശുപത്രിയിൽ ശുശ്രൂഷയും കൂടെ ചെയ്തിരുന്നു. അവിടെ ആശുപത്രിയിൽ ചേർന്ന ഒരു മഠമുണ്ട്. എല്ലാം പ്രായം ചെന്ന സിസ്റ്റേഴ്സാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ സിസ്റ്ററിന് ഒരു 60 വയസ്സ്, പ്രായം കൂടിയത് 65, 70, 80 ഇങ്ങനെ ഈ റേഞ്ചിൽ പോകും. ഈ കൊച്ചച്ഛന് കിട്ടിയപ്പോൾ അവർക്കൊരു കുഞ്ഞിനെ കിട്ടിയതിൻ്റെ വാത്സല്യത്തോടെയാണ് ഈ അമ്മമാർ നോക്കണേ. എനിക്ക് ജർമ്മൻ വലിയ വൈഭവമൊന്നുമില്ല, അത്യാവശ്യം മാനേജ് ചെയ്യാൻ ജർമ്മനി ഉള്ളൂ. ആ ജർമ്മനിയിലെ അറിവില്ലായ്മ തന്നെ നമ്മുടെ ആകർഷകത്വം വർദ്ധിക്കും. നന്നായിട്ട് ജർമ്മൻ അറിയാമെങ്കിൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല. അറിയാൻ പാടില്ലാത്തവരാണ് ആളുകൾക്ക് താല്പര്യം കൂടുതൽ. അതുകൊണ്ട് അതിൻ്റെ അറിവില്ലായ്മ അവരുടെ വാത്സല്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയായിരുന്നു. അപ്പോൾ വളരെ എന്നെക്കുറിച്ച് വളരെ ശ്രദ്ധയാണ്. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവർ വല്യമ്മ, വലിയ പൂത്ത കന്യാസ്ത്രീ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ തിരി കത്തിച്ച് വെച്ചിരിക്കും. ഞാൻ വരുന്നു വരെ സുരക്ഷിതമായിട്ട് ഞാൻ തിരിച്ചെത്താൻ വേണ്ടിയാണ്. ഇങ്ങനെ വലിയ സ്നേഹത്തോടു കൂടി അവർ എന്നോട് പെരുമാറി. ജർമ്മനി ഞാൻ ചെന്ന ഉടൻ തന്നെ എന്നെ പഠനരംഗത്ത് സഹായിച്ചിരുന്ന ഒരു ജർമ്മൻ കുടുംബമുണ്ട്. അത് എൻഡോർഫ് എന്ന് പറഞ്ഞൊരു ജർമ്മൻ ഗ്രാമമാണ്. അവർ ഫിലോസഫി കാലം മുതൽ തന്നെ എന്നെ അറിയും. അതുകൊണ്ട് കുഞ്ഞുനാൾ മുതൽ എന്നെ അറിയുന്ന, എന്നെ സ്വന്തമായിട്ട് കണക്കാക്കുന്ന ഒരു കുടുംബം. അതുകൊണ്ട് തന്നെ റോമിൽ ചെന്നപ്പോൾ ബന്ധം വർദ്ധിച്ചു. പട്ടം കഴിഞ്ഞപ്പോൾ പട്ടത്തിന് അവർ വന്നിരുന്നു. പട്ടത്തിന് ശുശ്രൂഷ പങ്കെടുക്കാൻ വേണ്ടി റോമിൽ ഇവർ വന്നിരുന്നു. അപ്പനും അമ്മയും അവരുടെ മൂത്ത മകളും വന്നിരുന്നു. ഞാൻ അവധി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവരുടെ ഗ്രാമത്തിൽ ചെന്ന് ജർമ്മൻ ഇടവകയിൽ ജർമ്മൻ ഭാഷയിൽ ആണ് എൻ്റെ നാട്ടിലെത്തുന്നതിന് മുമ്പ് ആദ്യത്തെ കുർബാന അവിടെ ജർമ്മൻ ഭാഷയിൽ നടത്തുകയാണ് ആ ഇടവകയിൽ. യൂറോപ്പിലെ അനുഭവസമ്പന്നമായ വാസത്തിനു ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ ബഹുമാനപ്പെട്ട ഓലിയപ്പുറമച്ചനെ കാത്തിരുന്നത് തികച്ചും ഊർജ്ജസ്വലമായ ഒരു പ്രവൃത്തി പഥമാണ്. അഭ്യസിച്ചതും ആർജിച്ചതുമായ ബോധ്യങ്ങളുടെ വെളിച്ചത്തിൽ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനുള്ള വേദികൾ അവിടുന്ന് തന്നെ തുറന്നുകൊണ്ടിരുന്നു. ആദ്യ നാളുകളിൽ പ്രസിദ്ധമായ മുതലക്കുളം പള്ളിയിൽ തുടക്കം കുറിച്ച അജപാലന ദൗത്യം ക്രമേണ വിവിധ മാനങ്ങളിൽ തുടർന്നു പോകുന്നു. മുതലക്കുളത്ത് അസിസ്റ്റന്റ് വികാരിയായിട്ടായിരുന്നു ബഹുമാനപ്പെട്ട ജോർജച്ചൻ്റെ സേവനകാലം ആരംഭിച്ചത്. എൻ്റെ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് മുതലക്കുളം ഇടവകയിലേക്കാണ്. എൻ്റെ പേരുകാരനായ വിശുദ്ധൻ്റെ പള്ളിയിലേക്ക് തന്നെ. അന്ന് ഇന്നുള്ള പ്രൗഢമായ ദേവാലയമൊന്നുമില്ല. ആ പഴയ ദേവാലയം, പഴയ മുറി. അന്ന് വികാരിയായിരുന്നത് ഒരു പോൾ കാക്കനാട്ടച്ചനാണ്. അദ്ദേഹം വലിയ പ്രസംഗകനും പാട്ടുകാരനൊന്നുമല്ല, കണക്കുകൾ കൃത്യമായിട്ട് എഴുതുന്നു സ്വഭാവക്കാരനായിരുന്നു. അതുകൊണ്ട് എനിക്കവിടെ ആ തരത്തിലൊരു ഡിസിപ്ലിൻ കിട്ടി. പിന്നെ ലളിത ജീവിതമായിരുന്നു, വലിയ ചിലവുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ മാസാവസാനം നമുക്ക് കുറേ സേവിങ് ഉണ്ടാവും. കാരണം ഒന്നും ചിലവാക്കില്ല. ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ അടുത്തുള്ളൊരു ഇടവക കലയന്താനി, അവിടെ അന്നത്തെ വിദ്യാഭ്യാസ സമരകാലമാണ്. അവിടെ കല്ലേറും പ്രശ്നങ്ങളുമായി. അവിടുത്തെ വികാരിയച്ഛന് ഒരു സഹായി ആവശ്യം വന്നു. ഒരു സഹായിയുടെ പിൻബലം വേണം. അപ്പോൾ തൽക്കാലത്തേക്ക് വികാരിയച്ഛനെ സഹായിക്കാൻ വേണ്ടി എന്നെ അങ്ങോട്ട് നിയോഗിച്ചു. ഏതാനും ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പ്രശ്നം തീർന്നു കഴിയുമ്പോൾ അച്ഛന് തിരിച്ച് മുതലക്കുളത്തേക്ക് വരാം. ഞാൻ കലയന്താനി ചെന്നു. പിറ്റേ ദിവസം സമരം തീർന്നു. എങ്കിലും
ഞാൻ അവിടെ തുടർന്നു. ഏതാനും ആഴ്ച കഴിഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞു, അച്ഛൻ അവിടെ തുടർന്നോളാൻ പറഞ്ഞു. അങ്ങനെ മുതലക്കോടത്ത് നിന്നും ട്രാൻസ്ഫർ കിട്ടാതെ ഞാൻ കൽപ്പന കിട്ടാതെ കലയന്താനിയിൽ അസ്ഥേന്തിയായിട്ട് ജോലി ചെയ്തു. അവിടുത്തെ വികാരി അച്ഛൻ ജോർജ് മേമന നല്ലൊരു പ്രസംഗകൻ, നല്ലൊരു ധ്യാനഗുരു, നല്ലൊരു അജപാലകൻ. അപ്പം നന്നായിട്ട് പ്രസംഗിക്കും, പാടും. അപ്പം ആ നിലയിൽ അജപാല രംഗത്ത് ദൈവം എനിക്ക് നൽകിയ ഒരു പരിശീലന വേദിയായിരുന്നു കലയന്താനി ഇടവക. അത് അധികാരികൾ ട്രാൻസ്ഫർ തന്നില്ലെങ്കിൽ ദൈവം എന്നെ അവിടെ കൊണ്ട് വയ്ക്കുകയായിരുന്നു. അപ്പം നല്ല കോൺട്രാസ്റ്റ്. ആദ്യം ഇക്കണോമിക് ഡിസിപ്ലിനൊക്കെ ഉള്ള, സാമ്പത്തിക രംഗത്തൊക്കെ ഡിസിപ്ലിനുള്ള ഒരു വലിയച്ഛൻ്റെ അടുത്ത്, പിന്നീട് അജപാല രംഗത്ത് മികവ് പുലർത്തുന്ന ഒരച്ഛൻ. സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ ഒപ്പം എത്താൻ വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഏതാനും മാസം കഴിഞ്ഞപ്പോൾ ഒപ്പം പാടാനും ഒപ്പം പ്രസംഗിക്കാനൊക്കെ എനിക്ക് കഴിയുന്ന സ്ഥിതിയിലേക്ക് എത്തി. ബഹുമാനപ്പെട്ട ജോർജ് ഓലിയപ്പുറം അച്ഛൻ്റെ ജീവിതത്തിലൂടെ കണ്ണോടിച്ചാൽ ദൈവവിളി പ്രോത്സാഹനമെന്ന ദൗത്യം പ്രത്യേകമായി ദൈവം അദ്ദേഹത്തെ ഭരമേൽപ്പിച്ചിരുന്നതായി കാണാം. പൗരോഹിത്യ സ്വീകരണ ശേഷം ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ദൈവം അദ്ദേഹത്തെ ഭരമേൽപ്പിച്ച വലിയ ഉത്തരവാദിത്തങ്ങൾ അത് തെളിയിക്കുന്നു. വൊക്കേഷൻ ബ്യൂറോ, മിഷൻ ലീഗ്, യുവജന സംഘടനകൾ, സാമൂഹിക പ്രവർത്തനങ്ങൾ തുടങ്ങിയ ഉദ്യമങ്ങളെല്ലാം തുടക്കത്തിൽ തന്നെ അച്ഛൻ്റെ ഉത്തരവാദിത്തങ്ങളായി മാറുകയായിരുന്നു. ആ കാലം മുതൽ തന്നെ ഏവരും ആകർഷിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വവും പ്രവർത്തന ശൈലികളുമായിരുന്നു ബഹുമാനപ്പെട്ട ഓലിയപ്പുറം അച്ഛന് ഉണ്ടായിരുന്നത് എന്നത് ദൈവവിളി പ്രോത്സാഹനത്തിനുൾപ്പെടെ സഹായകമായിരുന്നു. അച്ഛനോട് അടുപ്പമുണ്ടായിരുന്നവർ എന്നും ദൈവവിളിയെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു എന്നത് ഏറെ മഹത്തരമായൊരു വസ്തുതയാണ്. 6 മാസം കഴിഞ്ഞ് പിന്നത്തെ ട്രാൻസ്ഫർ വന്നപ്പോൾ എന്നെ കോതമംഗലത്തേക്കാണ് നിയമനം. അച്ഛനെ മിഷൻ ലീഗ്, വൊക്കേഷൻ ബ്യൂറോ, സോഷ്യൽ സർവീസ്, ഇതിൻ്റെ എല്ലാം ഡയറക്ടറായിട്ട് നിയമിക്കുക. 2 കൊല്ലത്തെ അജപാലന അനുഭവത്തിന് ശേഷം എനിക്ക് കിട്ടുന്ന പാക്കേജ് ഇതാ. വൊക്കേഷൻ ബ്യൂറോ, പിന്നെ മിഷൻ ലീഗ്, KCSL, യൂത്ത്, സോഷ്യൽ സർവീസ്, അങ്ങനെ രൂപതയുടെ വൈവിധ്യമാർന്ന മേഖലകളിൽ പ്രവർത്തിക്കാനായിട്ട് ദൈവം എനിക്ക് അവസരം ഒരുക്കി തരിക. ഇവിടെ വന്നു. ദൈവവിളിയുടെ ചാർജ് ഉണ്ടായിരുന്നത് ഒരു സ്റ്റനിസ്ലാവ്സ് നെടുമ്പ്രച്ചനായിരുന്നു, എൻ്റെ മുൻഗാമി. അദ്ദേഹം പറഞ്ഞു, അച്ഛാ 2 ദൈവവിളി ക്യാമ്പുകൾ ഒരുക്കിയിട്ടുണ്ട്. ധ്യാനം പോലെയല്ല, 3 ദിവസത്തെ ക്യാമ്പാണ്. ഒരെണ്ണം അടിമാലിയിൽ ഹൈ റേഞ്ചിൽ, മറ്റൊരെണ്ണം ലോ റേഞ്ചിൽ പൈങ്കുളം എന്ന് പറയുന്ന അവിടെയുള്ള കോൺവെൻറ്റിലാണ് ഒരു ക്യാമ്പ്. അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു, 2 ക്യാമ്പ് നടക്കുന്നുണ്ടെങ്കിലും ഒരിടത്ത് നടത്താനേ നമുക്ക് ഒരാളെ കണ്ടെത്താൻ പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് ഹൈ റേഞ്ചിലുള്ളത് ഞാൻ തന്നെ ഏറ്റെടുക്കണം ഈ ധ്യാനം. അപ്പോൾ ചാർജ് എടുത്ത് ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ ആദ്യത്തെ ദൈവവിളി ധ്യാനം നടത്തേണ്ടി വന്നിരിക്കുക. ഞാൻ അടിമാലിയിൽ ചെന്നു. ഒരു 20-ൽ താഴെ കുട്ടികളേ ഉള്ളൂ. ധ്യാനം തുടങ്ങി. അന്ന് ധ്യാനം തുടങ്ങി ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ ലോ റേഞ്ചിൽ നിന്നും മിഷൻ ലീഗിൻ്റെ ഭാരവാഹികൾ അടിമാലിയിലെത്തിയിരിക്കുകയാണ്. അവർ പറഞ്ഞു, താഴെ പൈങ്കുളത്തും ധ്യാനഗുരു ഇല്ല. ഞാൻ എന്തു ചെയ്തു? ഞാൻ അവിടുത്തെ കുട്ടികളെയും കയറ്റി ബസ്സിൽ താഴേക്ക് ഇറങ്ങിയിട്ട് പൈങ്കുളത്തിൽ നിന്ന് ഈ 2 കുട്ടികളെ കമ്പൈൻ ചെയ്ത് എൻ്റെ ആദ്യത്തെ ദൈവവിളി ധ്യാനം നടത്തുക. അത് കഴിഞ്ഞ് അഭിപ്രായമൊക്കെ ചോദിച്ചു. നല്ല ധ്യാനമായിരുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ധ്യാനം നടത്താൻ എൻ്റെ ആദ്യ പരിശീലനം മുന്നറിയിപ്പൊന്നും കൂടാതെ എൻ്റെ ദൈവം എനിക്ക് അത് വിജയിപ്പിച്ചു. പിന്നെ ഒരു സവിശേഷത കൂടി ഓർക്കാൻ പാകത്തിന്, ആ ക്യാമ്പിൽ പങ്കെടുത്ത ഒരു കുട്ടിയാണ് ഇപ്പോഴത്തെ കോതമംഗലം രൂപതാധ്യക്ഷൻ ജോർജ് മടത്തിക്കണ്ടത്തിൽ. പിന്നീട് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി മറ്റൊരു പെൺകുട്ടിയുടെ കാര്യം. മുതലക്കോടം ഹോളി ഫാമിലി ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ മേഴ്സി കുര്യനും ആ ധ്യാനത്തിന് പങ്കെടുത്ത. അങ്ങനെ സഭയ്ക്ക് വലിയ സേവനം ചെയ്യുന്ന നിരവധി പേരെ ആദ്യ ധ്യാനത്തിൽ തന്നെ രൂപീകരിക്കാനും വിളിക്കാനും പറ്റിയെന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്.
ഒത്തിരിയേറെ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം ഉപകരിച്ചുവെന്ന് എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. കാരണം എൻ്റെ തന്നെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് എനിക്ക് അനുഭവമുള്ളതാണ്. ഞാൻ 10ാം ക്ലാസ് പാസ്സായ ശേഷം ആദ്യമായിട്ട് ഒരു ദൈവവിളി ക്യാമ്പിൽ പങ്കെടുക്കുന്ന അവസരത്തിൽ അച്ഛനായിരുന്നു ആ ക്യാമ്പ് ലീഡ് ചെയ്തത്. അന്ന് നൽകിയ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഷെയറിങ് എനിക്ക് ഏറെ ഉപകരിച്ചു എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ശൈലിയുമൊക്കെ വളരെ പേരെ ആകർഷിച്ചു. എന്നെയും അത് ആകർഷിച്ചു എന്ന് പറയാം. അതിൻ്റെ ഫലമായിട്ട് കൂടിയാണ് ഈ രൂപതയിലേക്ക് വരാനായിട്ട് എനിക്ക് സാധിച്ചത്. യാത്രയും ജീവിതവും ദുഷ്കരമായ മലമ്പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഇടുക്കി ജില്ലയിലെ വിവിധ ഭാഗങ്ങളും അക്കാലത്ത് ഉൾപ്പെട്ടിരുന്നത് കോതമംഗലം രൂപതയിലാണ്. യുവജനങ്ങൾക്കു വേണ്ടിയും മിഷൻ ലീഗിനു വേണ്ടിയുമുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആ പ്രദേശങ്ങളെല്ലാം കാൽനടയായി തന്നെ സന്ദർശിക്കുവാൻ താൽപ്പര്യപ്പെട്ട ബഹുമാനപ്പെട്ട ഓലിയപ്പുറം അച്ഛന് അതും വലിയ അനുഭവങ്ങളായി മാറി. ഏതു കഷ്ടപ്പാടുകളെയും ദുഷ്കരങ്ങളായ സാഹചര്യങ്ങളെയും അതിജീവിക്കുവാൻ അത് ഇന്നും അദ്ദേഹത്തിന് ശക്തി പകരുന്നു. അതോടൊപ്പം തന്നെ സെമിനാറുകളും ക്ലാസുകളും തുടങ്ങി ഏറെ പരിശീലന പരിപാടികൾക്കും അദ്ദേഹം നേതൃത്വം നൽകിയിരുന്നത് ഭാവിയിലെ വലിയ ദൗത്യങ്ങൾക്ക് വേണ്ട ഊർജം പകർന്നു. പിന്നീട് മിഷൻ ലീഗിൻ്റെ CML മിഷൻ ലീഗിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ കോതമംഗലം രൂപതയിൽ, അന്നത്തെ അവിഭക്ത കോതമംഗലം രൂപത, കോതമംഗലം രൂപത ഇടുക്കി അങ്ങ് ഹൈ റേഞ്ച് നെടുങ്കണ്ടം വരെ പോകുന്ന രൂപതയല്ലേ. അവിടുത്തെ റോഡുകളില്ല. ഹൈ റേഞ്ചിലെ പള്ളികളൊക്കെ ഷെഡുകളാണ്, ഓല മേഞ്ഞ ഷെഡുകൾ, പുല്ല് മേഞ്ഞ ഷെഡുകളാണ്. ആ പള്ളികളിലൊക്കെ ആ പ്രതികൂല സാഹചര്യങ്ങളിൽ നടന്നും പിന്നെ മിനിമം സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് ഈ എല്ലാ പള്ളികളിലും ഞാൻ പോയി മിഷൻ ലീഗ് സ്ഥാപിക്കുകയും അവരോട് നല്ല സംഘാടകർ വേറെ ഉണ്ട് കേട്ടോ. ആത്മായ പ്രവർത്തകർ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആത്മായ നേതാക്കന്മാരുണ്ടായിരുന്നു. ഇന്ന് മത്തച്ചൻ പുരയ്ക്കൽ, ജോസഫ് കൊമ്പിയാകുളം എന്നൊക്കെ പറഞ്ഞ് വളരെ അർപ്പണബോധമുള്ള പ്രവർത്തകരെന്നുണ്ടായിരുന്നു. അവരുടെ കൂടെ നടന്ന് എല്ലാ ഇടവകളിലും കാൽനടയായിട്ട് പോകും. മിക്കവാറും ഇടവകളിലൊക്കെ കാൽനടയായിട്ട് പോകും. രാവിലെ ഒരിടത്ത് സെമിനാർ, ഉച്ച കഴിയുമ്പോൾ മറ്റൊരു സ്ഥലത്ത്. ഇങ്ങനെ കോതമംഗലം രൂപതയിലെ എല്ലാ ഇടവകളിലും ഈ പൗരോഹിത്യത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ നടന്നും അല്ലാതെയും പോയി പ്രസംഗിക്കാനും ക്യാമ്പ് നടത്താനൊക്കെ സാധിച്ചു. ഇതിലൂടെയെല്ലാം നമ്മുടെ കഴിവ് വികസിച്ചു. സ്വാഭാവികമായിട്ട് എല്ലാ പള്ളികളിലേക്കും പെരുന്നാളിനും പാട്ട് കുർബാനയ്ക്കും പ്രസംഗത്തിനൊക്കെ എന്നെ ക്ഷണിച്ചു. അങ്ങനെ കോതമംഗലം രൂപതയിലെ എല്ലാ പള്ളികളിലും പാട്ടുകുർബാന പാടാനും പ്രസംഗിക്കാനും ആദ്യ വർഷങ്ങളിൽ തന്നെ എനിക്ക് അവസരമുണ്ടായി. പിന്നീട് എന്ത് സംഭവിച്ചു? അധ്യാപകർക്ക് സെമിനാർ വന്നപ്പോൾ അന്നത്തെ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ സെക്രട്ടറി ജോൺ വള്ളമറ്റ അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഈ അധ്യാപകർക്ക് സെമിനാർ നടത്തണം. അപ്പോൾ കോതമംഗലം രൂപതയിലെ എല്ലാ അധ്യാപകരും വിവിധ കേന്ദ്രങ്ങളിലായി ഞാൻ പോയി അന്ന് സെമിനാർ നടത്തി. അത് വിജയിച്ചെന്ന് കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നാൽ ഈ ഹൈസ്കൂൾ അധ്യാപകർക്ക് മാത്രമല്ല ആവശ്യമുള്ളൂ, കോളേജ് അധ്യാപകരുടെ സെമിനാർ അച്ഛൻ നടത്തുമെന്ന് പറഞ്ഞു. അവർ പോയി അന്നവിടെ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വീണ്ടും കോളേജ് അധ്യാപകർക്കും സെമിനാർ നടത്താൻ പറ്റി. അങ്ങനെ നമ്മുടെ പ്രസംഗിക്കാനും പങ്കുവയ്ക്കാനുള്ള കല പഠിച്ച് ചെയ്യല്ല, ചെയ്ത് പഠിക്കുകയായിരുന്നു ഞാൻ. സത്യം പറഞ്ഞാൽ ദൈവം എന്നെ ഈ അവസരങ്ങൾ ഒരുക്കി തന്നെ എന്നെ പഠിപ്പിക്കുകയായിരുന്നു. പഠിച്ച ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലുപരിയായിട്ട് തന്ന് എന്നെ രൂപീകരിക്കുന്ന, അതുകൊണ്ട് ആയാസരഹിതമായിട്ട് ഞാൻ സാധാരണക്കാരോട് സംവദിക്കാനായിട്ട് പ്രസംഗിക്കാനായിട്ടുള്ള കല എനിക്ക് കിട്ടി. ചെറുപ്പം മുതൽ ദൈവം ബഹുമാനപ്പെട്ട ഓലിയപ്പുറം അച്ഛനെ നയിച്ച വഴികൾ അദ്ദേഹത്തിന് ഒട്ടേറെ ബോധ്യങ്ങൾ പകർന്നു നൽകിയതിനൊപ്പം സ്വന്തം രൂപതയുമായി ഏറ്റവും സ്നേഹത്തോടെ ചേർന്നു നിൽക്കുവാനും ആഴമേറിയ അടുപ്പം കാത്തു സൂക്ഷിക്കുവാനുമുള്ള വലിയ കൃപയും നൽകി. അന്നു മുതൽ എക്കാലവും കോതമംഗലം രൂപതയും ഓരോ വ്യക്തികളുമായുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുവാനും അത് രൂപതയെ വളർത്തുവാനും ഒപ്പം സ്വയം വളരുവാനും കാരണമായി എന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു.
തന്നിൽ ഭരമേൽപ്പിക്കപ്പെട്ട ദൈവനിയോഗം പൂർണ്ണമായും തൻ്റെ രൂപതയിലുള്ള അജപാലന പ്രവർത്തനങ്ങളുടെ വിജയം തന്നെയാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ആത്മീയമായും ഭൗതികമായും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആ കാലത്ത് നിർണായകമായി മാറി. അതിൻ്റെ കൂടെ തന്നെ സോഷ്യൽ സർവീസ് ഡയറക്ടറായിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ റോഡ് വെട്ടുന്നതിന് വേണ്ടി അതിനുവേണ്ട സഹായം ചെയ്യാൻ ചിലത് ഗോതമ്പ് കൊടുത്തുകൊണ്ടുള്ള റോഡ് വെട്ടുന്നുണ്ട്. ഹൈറേഞ്ച് റോഡുകളൊന്നുമില്ല. അന്നത്തെ ഹൈറേഞ്ച് റോഡുകളെല്ലാം പൊതുപ്രവർത്തനങ്ങളെല്ലാം അന്ന് അച്ഛന്മാരുടെ നേതൃത്വത്തിലായിരുന്നു. ഫുഡ് ഫോർ വർക്ക് എന്ന് പറയും. അന്ന് പണമില്ല, ഹൈറേഞ്ചിൽ ഭക്ഷണമില്ല. അതുകൊണ്ട് ഗോതമ്പും അതുപോലെ എണ്ണയും ഒക്കെ കൊടുത്താണ്, കൂലിക്ക് പകരം കൊടുത്താണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം ചിലപ്പോൾ ഈ പ്രദേശങ്ങളൊക്കെ പോയി അവരുടെ സാമൂഹ്യ രംഗത്തും അവരെ സഹായിക്കാനായിട്ട് എനിക്ക് അവസരമുണ്ടായി. അങ്ങനെ ആധ്യാത്മിക തലത്തിലും അതുപോലെ സാമൂഹ്യ തലങ്ങളിലൊക്കെ രൂപത മുഴുവനും കൂടെ പ്രവർത്തിക്കാൻ വേണ്ടി ദൈവം എന്നെ ഒരുക്കുകയായിരുന്നു. അങ്ങനെ മനസ്സ് വികസിപ്പിച്ചു, കഴിവിനെ വികസിപ്പിച്ചു, അതുകൂടി ഒരു കമ്മിറ്റ്മെൻറ്റ്. അങ്ങനെ രൂപത എൻ്റെ സ്വന്തമായി തീർന്നു. അത് ആദ്യ 5 വർഷത്തിൽ നിർണായകമായിട്ടുള്ള രൂപീകരണം എനിക്ക് ലഭിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഗോതമ്പൻ ബിഷപ്പ് ഹൗസിലാണല്ലോ ഞാൻ താമസിക്കുന്നത്. അടുത്തുള്ള വലിയ മഠങ്ങളിലൊക്കെ കുർബാനയെല്ലാം പോകേണ്ടി വരും. അവിടുത്തെ ഫോർമേഷൻ ഹൗസിൽ ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ പറയും, അച്ഛാ അന്ന് ദിവസം പ്രസംഗം പറയുന്ന സ്വഭാവമില്ല, എങ്കിലും ഞാനൊരു ചെറിയ 5 മിനിറ്റ് നേരത്തെ പ്രസംഗം പറയും. അപ്പോൾ ഏതെങ്കിലും ദിവസം സുവിശേഷ സന്ദേശം ഉണ്ടായില്ലെങ്കിൽ കാപ്പി കുടിക്കുന്ന നേരത്തെ അവർ പറയും, അച്ഛാ ഇന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഇങ്ങനെ നിർബന്ധമായിട്ട് ഇതുപോലെ കമ്മ്യൂണിറ്റീസ് അന്ന് മുതൽ ഞാൻ ദിവസമുള്ള കുർബാനയ്ക്കും ഒരു ചെറിയ സന്ദേശം കൊടുക്കും. അങ്ങനെ നമ്മൾ സുവിശേഷ സന്ദേശം കൊടുക്കാനുള്ള ഒരു രൂപീകരണം എനിക്ക് ലഭിച്ചു. അങ്ങനെ എങ്ങനെയാണ് ഞാൻ ധ്യാനഗുരു അല്ലെങ്കിൽ പിന്നീട് പ്രസംഗനൊക്കെയായി തീർന്നത്? ഇതുപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അത് കൊച്ചു കൊച്ചു സമൂഹത്തിന് ചെറിയ ചെറിയ പ്രസംഗങ്ങളൊക്കെ പറഞ്ഞ് സുവിശേഷത്തെ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ പറയേണ്ട അവസരങ്ങളുണ്ടാകും. അങ്ങനെ എന്നെ രൂപപ്പെടുത്തി, ഞാൻ രൂപതയെ വളർത്തിയപ്പോൾ എന്നെ രൂപത വളർത്തി എന്ന് ഞാൻ സൂചിപ്പിക്കുകയായിരുന്നു. തൻ്റെ ദിവ്യസ്നേഹം ഹൃദയത്തിൽ നിറച്ച് ദൈവം വളർത്തിക്കൊണ്ടുവന്ന ഒരു ശുശ്രൂഷകൻ അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെയും വെളിപ്പെടുത്തിയത് നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ പ്രവർത്തന മാതൃകയാണ്. അത് അനേക ഹൃദയങ്ങളിൽ പ്രകാശം പകർന്നു, അനേകരെ കൈപിടിച്ച് നടത്തി, അനേകരുടെ കണ്ണീർ തുടച്ചു. ദൈവനിയോഗത്താൽ ജീവിതം ധന്യമാക്കിയ ഈ അഭിഷിക്തൻ്റെ ജീവിതയാത്ര തുടരുന്നു. ദൈവേഷ്ടത്തിൻ്റെ പൂർത്തീകരണമായി ഓരോ ജീവിതങ്ങളും പരിണമിക്കുന്നതിനായി നമുക്കും പ്രാർത്ഥിക്കാം. ചെന്ന ആദ്യ വർഷം തന്നെ റോമിലെ ഇന്ത്യൻ പ്രീസ്റ്റ് യൂണിയൻ്റെ പ്രസിഡൻ്റായിട്ട് അവരെന്നെ തിരഞ്ഞെടുത്തു. അപ്പോൾ അവിടുത്തെ ഇന്ത്യക്കാരുടെ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് നോക്കുക, അവരുടെ ക്രിസ്മസ് ഗ്യാതറിങ് ഓർഗനൈസ് ചെയ്യുക, അങ്ങനെ ഒരു പൗരോഹിത്യ ഇടപെടലിനുള്ള കുറേ അവസരങ്ങൾ ദൈവം എനിക്ക് ഒരുക്കി തന്നു. ഞാൻ സ്റ്റഡി ഹൗസിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു ടെലിഫോൺ കോൾ വരിക. വിളിക്കുന്നത് ജെയിംസ് പഴയാറ്റിയാണ്, ബിഷപ്പ് ജെയിംസ് പഴയാറ്റിന്. അദ്ദേഹം KCBCയുടെ സെക്രട്ടറിയാണ്. അങ്ങേ തിരക്കുന്ന എന്താണെന്ന് പറയുന്നറിയോ? അച്ഛാ ഒരു റിക്കളക്ഷൻ നടത്താവോ? ആർക്ക് വേണ്ടിയാ? KCBC ബിഷപ്സിന് വേണ്ടി. അങ്ങനെ അച്ഛന്മാരുടെ ധ്യാനം കഴിഞ്ഞ് തീരുന്നതിന് മുമ്പേ ബിഷപ്സിൻ്റെ ഏകദിന റിട്രീറ്റ് നടത്താനായിട്ട് എന്നെ വിളിച്ചു.